ഹേ ഗായ്സ് ഇന്ന് രാവിലെ തന്നെ ഒരു സ്ഥലം വരെ പോവാണ് ട്ടോ. അപ്പൊ കഴിക്കാനായിട്ട് അപ്പവും മുട്ടക്കറിയുമാണ് ഉണ്ടാക്കിയത്. അങ്ങനെ ഞങ്ങൾ വേഗം തന്നെ പണിയൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. മെയിൻ റോഡിലേക്ക് നടക്കാണ് ട്ടോ. അപ്പോൾ ഓട്ടോ വരും. അങ്ങനെ ഓട്ടോ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഓട്ടോയിൽ കയറി ഞങ്ങൾ നേരെ പോവാണ് കേട്ടോ. ഇത് നമ്മുടെ ചാത്തനാട് പാലമാണ്. വേറെ എങ്ങോട്ടും അല്ല, അച്ഛൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ഞങ്ങളുടെ ഫാമിലി എല്ലാവരും കൂടെ ഇന്ന് അവിടെ കൂടാന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ സ്ഥലം എത്തി ഇതാ അങ്ങോട്ട് നടക്കാൻ കേട്ടോ. ഈ സ്ഥലമൊക്കെ ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ നടന്ന് നടന്ന് നമ്മുടെ കെട്ടിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട് കേട്ടോ. ഇന്ന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തിരക്കുണ്ടായിരുന്നു. ബോട്ടും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചൂടായതുകൊണ്ട് തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് തണ്ണിമത്തനൊക്കെ എടുത്തിട്ടാണ് വന്നത്. കാശിക്കുട്ടിന് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അങ്ങനെ ഫാമിലി എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ എല്ലാവരും കൂടെ നടന്നു പോകുന്നത് ഒരു പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക്. നമ്മൾ ഇതിന് വേണ്ടിയിട്ടാണ് വന്നത് ഇന്ന്. അത് ആ കാണുന്ന ഷെഡിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ആ നീല ഷെഡിലേക്ക്. വേറൊന്നുമല്ല, നമ്മുടെ കടമക്കുടി ഫേമസ് ആയിട്ടുള്ള ഷാപ്പിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പം ഞങ്ങളിത് ആ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഫാമിലി എല്ലാവരും ഉണ്ട്. അങ്ങനെ നമ്മുടെ കള്ള് ഷാപ്പിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ആളുകൾ വന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളിതാ വേഗം തന്നെ ഒരു സീറ്റൊക്കെ പിടിച്ച് ഇരുന്നിട്ടുണ്ട്. ആദ്യം തന്നെ അവർ ഇതുപോലെ ഗ്ലാസ് കൊണ്ട് നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ പുറകെ ഇതാ കള്ളും വന്നിട്ടുണ്ട്. നമുക്കല്ല കള്ള്, അവർക്കാണ് കള്ള് കേട്ടോ. നമ്മൾ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനാണല്ലോ വന്നത്. അങ്ങനെ കള്ള് കൊണ്ടുവന്നതിൻ്റെ പിന്നാലെ ഒരു താലത്തിൽ കപ്പ ഉണ്ടായിരുന്നു, പിന്നെ കക്ക റോസ്റ്റ്, ചെമ്മീൻ റോസ്റ്റ്, പോർക്ക്, ബീഫ്, ഞണ്ട് റോസ്റ്റ്, താറാവ് റോസ്റ്റ്, അങ്ങനെ ഒരുപാട് തരം റോസ്റ്റുകളും മീൻകറിയൊക്കെ ആയിട്ട് കുറേ ഐറ്റംസ് കൊണ്ടുവന്ന് വെച്ചിട്ടോ. എല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഒരു വഴിയായിട്ടോ. അങ്ങനെ ഞങ്ങൾ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നേരെ കെട്ടിൻ്റെ അടുത്തേക്ക് വെച്ച് പിടിച്ചു കേട്ടോ. അവിടെ ചെന്നിട്ട് അച്ഛൻ്റെ ചിക്കൻ കറിയും കൂട്ടി ഇത്തിരി ചോറ് തിന്നാണ്ട് എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഇത്തിരി ചോറൊക്കെ എടുത്ത് തിന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ കാഴ്ച കണ്ടത്. നമ്മുടെ തെങ്ങിൻ്റെ മണ്ടയിൽ ഒരു സാധനം കിടക്കുന്നടാ. എന്താണെന്ന് നോക്കിയപ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ തേനീച്ച ഉണ്ടല്ലോ, തേനീച്ച കൂട് വെച്ചിട്ട് അതിൻ്റെ അടയുണ്ടല്ലോ, അതിങ്ങനെ കിടക്കുകയാണ്. ഞങ്ങൾ വിചാരിച്ചു തേനായിരിക്കുമെന്ന്. പറഞ്ഞ പാടെ വെച്ചാൽ നേരെ തെങ്ങിൻ്റെ മുകളിലേക്ക് പിടച്ച് കയറിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ തേനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. തേനീച്ച പോയിട്ട് 2 മാസമായെന്ന് തോന്നുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഇനി വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേനും അച്ഛൻ തൂമ്പ് കോരിക്കൊണ്ടിരിക്കുകയാണ്, മീൻ വല്ലതും കിട്ടുമോ നോക്കാനായിട്ട്. നമ്മുടെ തൂമ്പ് കോരുന്ന പോലെ അല്ല കേട്ടോ ഇവിടുത്തെ തൂമ്പ്. നല്ല വലിപ്പമുള്ളതുകൊണ്ട് തന്നെ കുറച്ച് പാടായിരുന്നു. അങ്ങനെ അത്യാവശ്യം കുറച്ച് മീനൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ സൂര്യനൊക്കെ അസ്തമിക്കാനായിട്ട് സമയമായിട്ടുണ്ട്. വെയിലൊക്കെ ആറിയപ്പോൾ തന്നെ ചെറിയ രീതിയിൽ കാറ്റൊക്കെ വീശുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ദാ സൂര്യാസ്തമയമൊക്കെ കണ്ട് ഞാനൊരു ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. കഴിക്കാനായിട്ട് കട്ട്ലേറ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ദാ വൈകുന്നേരം ആയപ്പോഴത്തേനും അച്ഛൻ തൂമ്പ് തുറന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ തൂമ്പിൻ്റെ പോലെ അല്ല കേട്ടോ ഇവിടെ. നമ്മുടെ തൂമ്പിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി വലിപ്പമുണ്ട് കേട്ടോ ഈ തൂമ്പിന്. അതുകൊണ്ട് തന്നെ കുറച്ച് പാടാണ്. അങ്ങനെ വെള്ളമാണെങ്കിൽ നല്ല ഫോഴ്സിലാണ് കേട്ടോ വന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടിട്ട് തന്നെ നമുക്ക് എന്തോ ഒരു പേടി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നല്ല രീതിയിൽ ഇരുട്ടി തുടങ്ങി. ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ദിവസം ഇത്രയേ ഉള്ളൂ കേട്ടോ.